ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. എല്ലാവർക്കും ശ്രീ സായി സച്ചരിത പാരായണത്തിലേക്ക് സ്വാഗതം. ഞാൻ ഹിമ. ഇന്ന് പാരായണം ചെയ്യുന്നത് ചാപ്റ്റർ 30. ഷിർദിയിലേക്ക് ആകർഷിക്കപ്പെട്ടു. 1 വാണിയിലെ കാക്കാജി വൈദ്യ, 2 ബോംബെയിലെ പഞ്ചാബി രാമലാൽ. ഈ അധ്യായത്തിൽ ഷിർദിയിലേക്ക് ആകർഷിക്കപ്പെട്ട 2 ഭക്തന്മാരെ പറ്റി പ്രതിപാദിക്കാം. മുഖവുര. കരുണാനിധിയും ഭക്തപ്രിയനും ദയാപരനുമായ സായിക്ക് നമസ്കാരം. ബാബയുടെ ദർശനം കൊണ്ട് മാത്രം ബാബ സംസാരഭയം അകറ്റി ആപത്തുക്കളെ ഇല്ലായ്മ ചെയ്യുന്നു. ബാബ ആദിയിൽ നിർഗുണനായിരുന്നു. പക്ഷേ ഭക്തന്മാരുടെ ആഗ്രഹമനുസരിച്ച് ദേഹം കൈക്കൊണ്ടതാണ്. ഭക്തന്മാർക്ക് ആത്മജ്ഞാനം പ്രദാനം ചെയ്ത് മുക്തി കൊടുക്കലാണ് സിദ്ധന്മാരുടെ കൃത്യം. എന്നാൽ അവരിൽ പ്രധാനിയായ സായിക്ക് ആ കൃത്യം ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ബാബയുടെ പാദങ്ങൾ സ്മരിച്ച് പുണ്യസ്ഥലങ്ങളിൽ നിന്ന് ബ്രാഹ്മണർ ബാബയുടെ അടുക്കൽ വന്ന് ബാബയുടെ സാന്നിധ്യത്തിൽ വേദപാരായണം ചെയ്യുകയും ഗായത്രി ജപിക്കുകയും ചെയ്തു. യാതൊരു ജ്ഞാനവുമില്ലാത്ത ക്ഷീണിതരായ നമുക്ക് ഭക്തി എന്താണെന്നറിയുന്നില്ല. പക്ഷേ നമുക്കൊന്നറിയാം, എല്ലാവരും നമ്മെ ഉപേക്ഷിച്ചാലും സായിനാഥൻ നമ്മെ ഉപേക്ഷിക്കില്ല. അവിടുന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപാരമായ ശക്തി സിദ്ധിച്ച് സത്യാസത്യ വിവേചനമുണ്ടായി ജ്ഞാനം കൈവരുന്നു. സായി ഭക്തന്മാരുടെ ഇംഗിതം പരിപൂർണമായി മനസ്സിലാക്കുകയും അവയെ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് വേണ്ടത് കിട്ടുന്നതുകൊണ്ട് അവർ കൃതജ്ഞരാണ്. നാം അതുകൊണ്ട് ബാബയെ ആവാഹിച്ച് ബാബയുടെ മുന്നിൽ പ്രണാമം ചെയ്യുന്നു. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മറന്ന് നമ്മെ ആശകളിൽ നിന്നും ബാബ രക്ഷിക്കട്ടെ. ദുരിതത്തിൽപ്പെട്ടവൻ സായിയെ സ്മരിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ അയാൾക്ക് മനഃശാന്തിയും തൃപ്തിയും ബാബയുടെ അനുഗ്രഹത്താൽ കൈവരുന്നു. ഈ സായി, ഈ കരുണാസമുദ്രം തന്നെ അനുഗ്രഹിച്ചതിന്റെ ഫലമാണ് ഈ സായി ചരിതം എന്നാണ് ഹേമന്ത് പാന്ത് പറയുന്നത്. അതല്ലാതെ മറ്റെന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത്? ആർക്കാണ് ഈ കൃത്യം ഏറ്റെടുക്കാൻ കഴിയുക? പക്ഷെ സായി എല്ലാ ചുമതലകളും ഏറ്റെടുത്തത് കാരണം ഹേമന്ത് പാന്തിന് വല്ല ഭാരമോ വിഷമമോ ഇക്കാര്യത്തിൽ നേരിട്ടില്ല. ശക്തമായ വിജ്ഞാനശോഭ അയാളുടെ വാക്കിനും തൂലികയ്ക്കും പ്രചോദനം കൊടുക്കാനുള്ളപ്പോൾ അയാൾക്ക് സംശയത്തിനോ സംഭ്രമത്തിനോ കാരണം എന്തുണ്ട്? ഈ പുസ്തകത്തിന്റെ രൂപത്തിൽ അയാളുടെ സേവനം സായിക്ക് ലഭിച്ചു. അതിന് കാരണം അയാളുടെ മുജ്ജന്മ സുകൃതം മാത്രമാണ്. അതുകൊണ്ട് അയാൾ താൻ ഭാഗ്യവാനും അനുഗ്രഹീതനുമാണെന്ന് വിശ്വസിക്കുന്നു. താഴെ പറയുന്ന കഥ വെറും ഒരു കഥയല്ല, അമൃതധാരയാണ്. അത് പാനം ചെയ്യുന്നവന് സായിയുടെ മഹാത്മ്യവും സർവാന്തരാമിത്വവും ബോധ്യമാവും. വിമർശിക്കാനും വാദിക്കാനും ഉദ്ദേശിക്കുന്നവർ ഈ കഥകൾ നോക്കേണ്ടതില്ല. ഇവിടെ വേണ്ടത് വാഗ്വാദമോ ചർച്ചയോ അല്ല, അതിരില്ലാത്ത ഭക്തിയും പ്രേമവുമാണ്. പാണ്ഡിത്യവും ഭക്തിയും വിശ്വാസമുള്ള സായിനാഥന്റെ ദാസന്മാരായി വിശ്വസിക്കുന്നവർ ഈ കഥകൾ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യും. മറ്റുള്ളവർ ഇവ വെറും കെട്ടുകഥകളായി കണക്കാക്കുകയും സായിയുടെ ഭക്തന്മാരാൽ ഭാഗ്യമുള്ളവർ സായിലീലകളെ കൽപ്പതരു പോലെ കാണും. ഈ സായിലീലകളാകുന്ന അമൃതം പാനം ചെയ്യൽ കൊണ്ട് മാത്രം അജ്ഞനായ ജീവന് മോചനവും ഗൃഹസ്ഥന് സംതൃപ്തിയും അന്വേഷകന് സാധനയും സിദ്ധിക്കുന്നതാണ്. ഇനി ഈ അധ്യായത്തിലെ കഥയിലേക്ക് പ്രവേശിക്കാം. കാക്കാജി വൈദ്യ. നാസിക് ജില്ലയിലെ വാണിയിൽ കാക്കാജി വൈദ്യ എന്നൊരു ആളുണ്ടായിരുന്നു. അയാൾക്ക് സപ്തശൃംഗി ദേവിയുടെ പുരോഹിതനായിരുന്നു. അയാൾക്ക് പല ദുരിതങ്ങളും നേരിട്ട് മനഃശാന്തി നഷ്ടപ്പെട്ടു. അയാൾ കഷ്ടത്തിലായി. ഈ ചുറ്റുപാടിൽ അയാൾ ദേവിയുടെ അടുക്കൽ പോയി. ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം കൊടുക്കാനായി മനം നൊന്ത് പ്രാർത്ഥിച്ചു. ദേവി അയാളുടെ ഭക്തി കണ്ട് സന്തുഷ്ടയായി അന്ന് രാത്രി അയാൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: നീ ബാബയുടെ അടുക്കൽ പോവുക, എന്നാൽ നിനക്ക് ശാന്തിയും സമാധാനവും സിദ്ധിക്കും.
കാക്കാജിക്ക് ഈ ബാബ ആരാണെന്ന് ദേവിയോട് അന്വേഷിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അപ്പോഴേക്കും അയാൾ ഉറക്കം ഉണർന്നുപോയി. പിന്നെ അയാൾ ദേവി നിർദ്ദേശിച്ച ബാബ ആരായിരിക്കുമെന്ന് ആലോചിക്കാൻ തുടങ്ങി. കുറെ ആലോചിച്ച് അത് ത്രംബകേശ്വരനായിരിക്കുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അയാൾ നാസിക്കിലെ ത്രംബക്കിൽ പോയി 10 ദിവസം അവിടെ താമസിച്ചു. ഈ ദിവസങ്ങളിലെല്ലാം അയാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റു കുളിച്ച് രുദ്രമന്ത്രം ജപിച്ച് ലിംഗത്തിന് അഭിഷേകം ചെയ്യലും മറ്റു ചടങ്ങുകളും ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും മനഃശാന്തി മാത്രം കിട്ടിയില്ല. പിന്നീട് അയാൾ നാട്ടിലേക്ക് തന്നെ മടങ്ങി വന്ന് വീണ്ടും ദയ കാണിക്കാനായി ദേവിയോട് പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ വീണ്ടും ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ എന്തിന് വെറുതെ ത്രംബകേശ്വരിലേക്ക് പോയി? ഞാൻ ബാബ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഷിർദിയിലെ ശ്രീ സായി സമർത്ഥിനെയാണ്. ഇപ്പോൾ കാക്കാജിയുടെ പ്രശ്നം എപ്പോൾ എങ്ങനെ ഷിർദിയിലേക്ക് പോകണം, എങ്ങനെ സായിബാബയെ കാണും എന്നായി. ആരെങ്കിലും ആത്മാർത്ഥമായി സിദ്ധന്മാരെയോ ദൈവത്തെയോ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും. യഥാർത്ഥത്തിൽ സത്ത്, ആനന്ദ് എന്നിവ ഒന്നു തന്നെയാണ്. അവർ തമ്മിൽ ലവലേശം വ്യത്യാസമില്ല. ഞാൻ തന്നെത്താൻ ഒരു സിദ്ധനെ കാണും എന്നാരെങ്കിലും പറഞ്ഞാൽ അതൊരു വെറും വാക്ക് മാത്രമാവും. ഋഷി കൽപ്പിതമില്ലെങ്കിൽ ആർക്കാണ് അവരെ കാണാൻ കഴിയുക? അദ്ദേഹത്തിന്റെ ആജ്ഞയില്ലാതെ ഒരു ഇല പോലും ഇളകുന്നില്ല. ഒരു ഭക്തൻ ഭക്തിവിശ്വാസം വർദ്ധിപ്പിച്ച് ഋഷിമാരെ കാണാൻ ആത്മാർത്ഥമായ ആഗ്രഹം ഉൾക്കൊള്ളുമ്പോൾ ആ ആഗ്രഹം എത്രയും വേഗം അയാൾക്ക് സാധ്യപ്പെടുത്തി കൊടുക്കുന്നു. സന്ദർശനത്തിന് ക്ഷണിക്കുന്നവൻ തന്നെ സ്വീകരണത്തിനും ഏർപ്പാട് ചെയ്യുമല്ലോ. അതുപോലെ തന്നെയാണ് കാക്കാജിക്കും സംഭവിച്ചത്. ശ്യാമയുടെ പ്രാർത്ഥനകൾ. കാക്കാജി ഷിർദിക്ക് പോവാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അയാളെ ഷിർദിക്ക് കൊണ്ടുപോകാനായി അയാളുടെ അടുക്കൽ ഒരു അതിഥി വന്നു. അത് ബാബയുടെ ഏറ്റവും ഉത്തമ ഭക്തനായ ശ്യാമ തന്നെയായിരുന്നു. അയാൾ ഈ സമയം വാണിയിലെത്തിയതെങ്ങനെ എന്ന് നോക്കാം. ശ്യാമ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു രോഗം പിടിപെട്ട് അപകടസ്ഥിതിയിലായപ്പോൾ അയാളുടെ അമ്മ അയാളെ അവരുടെ കുടുംബദൈവമായ വാണിയിലെ സപ്തശൃംഗി ദേവിക്ക് അർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മുലമേൽ വട്ടച്ചോറി പിടിപെട്ട് കഷ്ടപ്പാടായി. അന്നേരം വീണ്ടും കുടുംബദൈവത്തിന് 2 വെള്ളിമുലകൾ വഴിപാട് കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചു. ഈ 2 പ്രാർത്ഥനകൾ പൂർത്തിയാക്കാതെ കിടന്നിരുന്നു. അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ മകൻ ശ്യാമയെ വിളിച്ച് ഈ പ്രാർത്ഥനകൾ ഓർമ്മിപ്പിക്കുകയും അവ നടത്തിക്കൊള്ളാമെന്ന് ശ്യാമ വാക്കുകൊടുക്കുകയും കൊടുത്തു. അവർ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശ്യാമ ഈ പ്രാർത്ഥനകൾ തീരെ മറന്നു. അങ്ങനെ 30 വർഷങ്ങൾ കഴിഞ്ഞു. ഈ കാലത്ത് ഷിർദിയിൽ പ്രശസ്തനായ ഒരു ജ്യോത്സ്യൻ വന്നു 1 മാസം താമസിച്ചു. അയാൾ ശ്രീമാൻ ബൂട്ടിയെ പറ്റിയും മറ്റും പറഞ്ഞ സംഗതികൾ ശരിയായതിനാൽ എല്ലാവർക്കും വളരെ തൃപ്തനായി. ശ്യാമയുടെ അനുജൻ ബാപ്പാജി ഈ ജ്യോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോൾ ജ്യേഷ്ഠൻ വാഗ്ദത്തം ചെയ്ത പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ദേവിക്ക് സന്തോഷക്കേടുണ്ടെന്നും കുറച്ചു ഉപദ്രവങ്ങൾ അതുകൊണ്ടുണ്ടായിരിക്കുമെന്നും കണ്ടു. ബാപ്പാജി ഈ വിവരം ശ്യാമയോട് പറഞ്ഞപ്പോഴാണ് അയാൾ സംഗതി ഓർമ്മിച്ചത്. ഇനി ഒട്ടും താമസിച്ചുകൂടെ നിശ്ചയിച്ച് ഒരു തട്ടാനെ കൊണ്ട് വെള്ളിമുലകൾ ഉണ്ടാക്കിച്ചു. അതും കൊണ്ട് അയാൾ മസ്ജിദിലേക്ക് പോയി. അവ ബാബയുടെ കയ്യിൽ കൊടുത്ത് ബാബയാണ് അയാളുടെ സപ്തശൃംഗി മാതാവെന്നും അതുകൊണ്ട് പ്രാർത്ഥന നിർവഹിച്ചതായി സ്വീകരിക്കണമെന്നും അപേക്ഷിച്ചു. അപ്പോൾ ബാബ അയാൾ തന്നെ സപ്തശൃംഗി ക്ഷേത്രത്തിൽ നേരിട്ട് പോയി പ്രാർത്ഥന പൂർത്തിയാക്കണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞു. അങ്ങനെ ബാബയുടെ അനുവാദവും ഉദിയും വാങ്ങി ശ്യാമ വാണിയിലെത്തി പുരോഹിതനെ അന്വേഷിച്ചുകൊണ്ടാണ് കാക്കയുടെ വീട്ടിലെത്തിയത്. കാക്കാജി ബാബയെ കാണാൻ ധൃതിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമ അവിടെ എത്തിയത്. എന്തൊരു സമാന്തര സംഭവങ്ങളാണെന്ന് നോക്കൂ. കാക്കാജി അയാളാരാണെന്നും എപ്പോൾ എത്തിയെന്നും മറ്റു ചോദിച്ചതിന് ഞാൻ ഷിർദിയിൽ നിന്നാണ് വരുന്നതെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അയാളെ കെട്ടിപ്പിടിച്ചു. അയാൾ ഭക്തി കൊണ്ട് അത്രമാത്രം പരവശനായി പോയി. പിന്നീട് അവർ സായി ലീലകളെക്കുറിച്ച് സംസാരിക്കുകയും ശ്യാമയുടെ പ്രാർത്ഥനകൾ നിർവഹിച്ചതിൽ പിന്നെ 2 പേരും കൂടി ഷിർദിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു.
ഷിർദിയിലെത്തി കാക്കാജി മസ്ജിദിൽ പോയി ബാബയുടെ കാൽക്കൽ വീണു. അയാളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അതോടെ മനഃശാന്തിയും സിദ്ധിച്ചു. ദേവിയുടെ വാക്കുകൾ പ്രകാരം തന്നെ അയാൾ ബാബയെ കണ്ട മാത്രയിൽ തന്നെ മനഃശാന്തി അനുഭവിച്ചു. കാക്കാജി മനസ്സിൽ കരുതി, എന്തൊരു മാസ്മരശക്തിയാണിത്. ബാബ ഒന്നും പറഞ്ഞില്ല. യാതൊരു ചോദ്യമോ ഉത്തരമോ ഉണ്ടായില്ല. അനുഗ്രഹവാക്കുകൾ പറഞ്ഞില്ല. ദർശനം കൊണ്ട് മാത്രം സന്തോഷം ലഭിക്കുന്നു. ദർശനം കൊണ്ട് മാത്രം മനസ്സിന്റെ വ്യാകുലത തീർന്നിരിക്കുന്നു. ഞാൻ ആനന്ദം അനുഭവിക്കുന്നു. ഇതിനാണ് ദർശന മഹാത്മ്യം എന്ന് പറയുന്നത്. അയാൾ ദൃഷ്ടി സായി പാദങ്ങളിൽ ഉറപ്പിച്ചു. ഒന്നും പറയാൻ ശക്തിയില്ല. ബാബയുടെ ലീലകളെ കേട്ട് അയാൾക്ക് സീമാതീതമായ ആനന്ദം ലഭിച്ചു. അയാൾ ബാബയ്ക്ക് ആത്മാർപ്പണം ചെയ്ത് പരമാനന്ദം അനുഭവിച്ചു. 12 ദിവസത്തോളം അവിടെ താമസിച്ച് ബാബയുടെ അനുഗ്രഹവും ഉധിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. റഹഡയിലെ കുഷൻ ചന്ദ്. പ്രാതസ്വപ്നം അനുഭവത്തിൽ വരുമെന്ന് ചൊല്ലുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷേ ബാബ കൊടുക്കുന്ന സ്വപ്നങ്ങൾക്ക് സമയത്തിന്റെ നിബന്ധനകളൊന്നുമില്ല. ഉദാഹരണമായി ബാബ കാക്കേ സാഹിബ് ദീക്ഷിതിനോട് റഹഡയിൽ പോയി കുഷൽ ചന്ദിനെ കുറെ കാലമായി കാണാത്തതുകൊണ്ട് ഷിർദിക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. കാക്കാ സാഹിബ് കുതിരവണ്ടി പിടിച്ച് റഹഡയിൽ പോയി കുഷൽ ചന്ദിനോട് ബാബ പറഞ്ഞയച്ച വിവരം പറഞ്ഞു. ഇത് കേട്ട് അയാൾ വിസ്മയിച്ചു. അയാൾ ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങിയപ്പോൾ ബാബ പ്രത്യക്ഷപ്പെട്ട് ഷിർദിക്ക് വരാൻ പറഞ്ഞെന്നും പോവാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നും അയാൾ പറഞ്ഞു. ഒരു കുതിരവണ്ടി കിട്ടാത്തതിനാൽ മകനെ ബാബയുടെ അടുക്കലേക്ക് വിവരം പറയാൻ അയച്ചതായിരുന്നു. അയാൾ ഗ്രാമാതിർത്തിയിലെത്തുമ്പോഴേക്കും ദീക്ഷിതിന് കുതിരവണ്ടി വന്നു. ദീക്ഷിത് അയാളെ കൂട്ടാനാണ് വന്നതെന്ന് പറഞ്ഞ് കുശൽ ചന്ദിനെയും കൂട്ടി അതേ വണ്ടിയിൽ ഷിർദിക്ക് പോയി. കുശൽ ചന്ദ് ബാബയെ കണ്ട് സന്തുഷ്ടനായി. ബാബയുടെ ലീലകളിൽ അയാൾ ആനന്ദവാനായി. ബോംബെയിലെ പഞ്ചാബി രാമലാൽ. ഒരിക്കൽ ബോംബെയിലെ പഞ്ചാബി രാമലാൽ എന്നൊരാൾക്ക് ബാബ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഷിർദിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ബാബ ഒരു ഋഷിരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും എവിടെയാണ് ഉള്ളതെന്നൊന്നും അയാൾക്കറിയില്ലായിരുന്നു. ബാബയെ പോയി കാണാൻ നിശ്ചയിച്ചുവെങ്കിലും വിവരങ്ങളൊന്നും അറിയാത്തതിനാൽ അയാൾ വിഷമിച്ചു. പക്ഷേ അഭിമുഖ സംഭാഷണത്തിന് ക്ഷണിക്കുന്നവർ അതിന് ഏർപ്പാട് ചെയ്യണമല്ലോ. അതുതന്നെ ഇതിലും സംഭവിച്ചു. അയാൾ അന്ന് വൈകുന്നേരം തെരുവിൽ കൂടി നടക്കുമ്പോൾ ബാബയുടെ ഒരു പടം കണ്ടു. അയാൾ സ്വപ്നത്തിൽ കണ്ട ഋഷി ഇതേ രൂപത്തിലായിരുന്നു. അന്വേഷിച്ചതിൽ ആ പടം ഷിർദിയിലെ സായിബാബയുടേതാണെന്ന് മനസ്സിലായി. ഉടനെ അയാൾ ഷിർദിക്ക് പോവുകയും മരണം വരെ അവിടെ താമസിക്കുകയും ചെയ്തു. ഇങ്ങനെ ബാബ ഭക്തന്മാരെ ഷിർദിയിലേക്ക് ആവശ്യാർത്ഥം വരുത്തി അവരുടെ ലൗകികവും ആധ്യാത്മികവുമായ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായിറാം. ജയ് മോഹൻജി. താങ്ക് യു.